ഹലോ, നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ്, പക്ഷേ ടേസ്റ്റിയും ഒരുപാട് ഹെൽപ്ഫുള്ളും ആവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പൊട്ടറ്റോ റോസ്റ്റ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും വേണമെങ്കിൽ സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി, ടേസ്റ്റി. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പൊട്ടറ്റോ ആണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളച്ചിട്ടിടുന്നതാട്ടോ നല്ലത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ വെള്ളം തിളയ്ക്കും. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് പൊട്ടറ്റോ വേവിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ വേവിക്കുമ്പോൾ തിളച്ച വെള്ളത്തിലേക്കിട്ട് വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇടുന്നില്ല, മഞ്ഞ കളർ വരും നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റ്. പിന്നെ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഓവർ കുക്ക് ആവാതിരിക്കാൻ നോക്കണം കേട്ടോ. ഇനി നമുക്ക് പൊട്ടറ്റോ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പരന്ന പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ഒനിയൻ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലിൻ്റെ ക്വാണ്ടിറ്റി പറയാത്തത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ വയറ്റി കിട്ടും. ഇനി ഈ ഒനിയൻ നന്നായിട്ട് സോട്ടായി വരണം കേട്ടോ. ഇത്രയും സോട്ടാകുമ്പോൾ നമുക്കതിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മസാലകളൊന്നും ഞാൻ കാര്യമായി ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പൊട്ടറ്റോ അതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് ഗരം മസാലയ്ക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് എല്ലാവിടേക്കും യോജിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ ഇതിന്. അപ്പോഴാണ് ഈ പൊട്ടറ്റോ റോസ്റ്റ് കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. ഞാനൊരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഉള്ളിയുടെ കൂടെ കരിവേപ്പിൻ്റെ ഇലയും കൂടി വഴറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് റോസ്റ്റായി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നമുക്ക് ആ റോസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടികരിയും. അപ്പോൾ ഇത് നന്നായി ആയിട്ട് കുറച്ച് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇതിൽ ഇത്തിരി പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മാങ്ങയുടെ പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ലെമൺ ഒന്ന് ലേശം സ്ക്യൂസ് ചെയ്താലും നല്ലതാണ് കേട്ടോ. എനിക്ക് പക്ഷെ അത്ര പുളി വേണ്ട, അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പം നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റ് നല്ലവണ്ണം റോസ്റ്റൊക്കെ ആയിട്ടുണ്ട് 2 സൈഡും. നമുക്കിനി ഇതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊട്ടറ്റോ റോസ്റ്റ് നമ്മുടെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.